പസഫിക് സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ ഡിസ്പ്യൂട്ട്. പസഫിക് സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ ഡിസ്പ്യൂട്ട് അന്താരാഷ്ട്ര തർക്കങ്ങളുടെ പസഫിക് സെറ്റിൽമെൻറ്റ് അഹിംസാത്മക മാർഗങ്ങളിലൂടെ നയതന്ത്ര ചർച്ചകളിലൂടെയും അന്താരാഷ്ട്ര തർക്കങ്ങളും സംഘർഷങ്ങളും പരിഹരിക്കുന്നതിനെയാണ് പസഫിക് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ആയുധ സംഘടനകൾ ഒഴിവാക്കുന്നതിനും രാജ്യങ്ങൾക്കിടയിൽ സമാധാനപരമായ സഹവർത്തിത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ അടിസ്ഥാന തത്വമാണിത്. രാജ്യങ്ങൾക്കിടയിൽ ഐക്യവും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നയതന്ത്രം, ചർച്ചകൾ, നിയമപരമായ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന ഒരാശയമാണ് അന്താരാഷ്ട്ര തർക്കങ്ങളുടെ പസഫിക് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. UNO എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, 1945 സ്ഥാപിതമായ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. UNOയുടെ പ്രധാന തത്വങ്ങളിലൊന്ന് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ സമ്പൂർണ്ണ യുദ്ധങ്ങളായി മാറുന്നത് തടയാൻ, സമാധാനപരമായി പ്രശ്നങ്ങൾ പരിഹരിക്കാനും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ഇത് നേടുന്നതിന്, തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിന് UNO നിരവധി മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. 6 മാർഗങ്ങളാണ് UNO തർക്കങ്ങളെ സമാധാനപരമായി പരിഹരിക്കുന്നതിന് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 6 മെത്തേഡാണ്. ഒന്ന് നെഗോസിയേഷനാണ്. സമാധാനപരമായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ആണിക്കല്ലാണ് ചർച്ച ചെയ്യുക എന്നുള്ളത്. പരസ്പരം സ്വീകാര്യമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിനും പരസ്പരം സ്വീകാര്യമായ ഒരു പരിഹാരത്തിൽ എത്തിച്ചേരുന്നതിനും പരസ്പര വിരുദ്ധമായ കക്ഷികൾ തമ്മിലുള്ള നേരിട്ടുള്ള ആശയവിനിമയം വളരെ പ്രധാനപ്പെട്ടതാണ്. നയതന്ത്ര ചർച്ചകൾക്ക് തെറ്റിദ്ധാരണകൾ തടയാനും പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും കഴിയും. അപ്പോൾ UNOയുടെ മുൻകൈയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ചർച്ച സംഘടിപ്പിക്കും. രണ്ട് രാഷ്ട്രങ്ങളാണ് തർക്കമെങ്കിൽ ആ 2 രാഷ്ട്രങ്ങളെയും ഇരുത്തി ചർച്ച ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. എന്നിട്ട് ആ പ്രശ്നത്തെ പരിഹരിക്കുക. മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് നല്ല ഉദ്യോഗസ്ഥരും മധ്യസ്ഥതയുമാണ്. നേരിട്ടുള്ള ചർച്ചകൾക്ക് തടസ്സങ്ങൾ നേരിടുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ ചർച്ചകൾക്ക് രാഷ്ട്രങ്ങൾ മുന്നോട്ട് വരാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് UNO എടുക്കുന്ന മറ്റൊരു മെത്തേഡാണ് നല്ല ഉദ്യോഗസ്ഥരെ UNO മധ്യസ്ഥ സേവനങ്ങൾക്ക് വിടുന്നു എന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു മധ്യസ്ഥ ഉദ്യോഗസ്ഥർ തർക്കകക്ഷികൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ സുഗമമാക്കുന്നു. തെറ്റിദ്ധാരണകൾ മാറ്റാനും പ്രശ്നത്തിൽ ഒരു തീരുമാനത്തിലേക്ക് നയിക്കാനും മധ്യസ്ഥന് സഹായിക്കുന്നു. അങ്ങനെ UNOയുടെ ഈ ഇടപെടൽ പ്രശ്നങ്ങളിൽ സമാധാനപരമായ പരിഹാരത്തിനുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ്. മറ്റൊന്ന് അന്വേഷണമാണ്. ഒരു തർക്കത്തെക്കുറിച്ചുള്ള വിവരങ്ങളും വസ്തുതകളും ശേഖരിക്കുന്നതിനുള്ള വിലപ്പെട്ട ഉപകരണമാണ് ഈ എൻക്വയറി എന്ന് പറയുന്നത്. സംഘട്ടനത്തിൻ്റെ മൂലകാരണങ്ങളും അനന്തരഫലങ്ങളും നന്നായി മനസ്സിലാക്കാൻ ഇത് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ഈ അന്വേഷണം സഹായിക്കുന്നു. UNO നടത്തുന്ന നിഷ്പക്ഷമായ അന്വേഷണത്തിന് പ്രശ്നം ഒരു വസ്തുനിഷ്ഠമായി ഈ അന്വേഷണ കമ്മീഷന് പ്രശ്നത്തെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കുന്നതിന് UNO കൃത്യമായിട്ട് ഇടപെടാൻ ഈ അന്വേഷണം കൊണ്ട് സാധിക്കും. അങ്ങനെ UNO 2 വിഭാഗത്തോടും ഇങ്ങനെയൊക്കെയാണ് പ്രശ്നമെന്നും ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്നും കൃത്യമായി പറയുന്നു. അപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു. മറ്റൊന്ന് അനുരജ്ഞനമാണ്. തർക്കിക്കുന്ന കക്ഷികളുടെ പൊതുവായ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം UNO കണ്ടെത്തുന്നു. എന്നിട്ട് കക്ഷികൾക്കിടയിൽ വിട്ടുവീഴ്ചയെ പ്രോത്സാഹിപ്പിക്കുകയും തർക്കം രമ്യമായി പരിഹരിക്കുന്നതിന് സമവായം ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് അനുരജ്ഞനം എന്ന് പറയുന്നത്. സാരമില്ല, പോട്ടെ, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം എന്ന് ഇരു കക്ഷികളോടും പറഞ്ഞുകൊണ്ട് അനുരജ്ഞിപ്പിക്കുന്ന പരിപാടിയാണ്. അത് UNO എടുക്കുന്ന മറ്റൊരു മെത്തേഡാണ്. മറ്റൊന്ന് ആർബിട്രേഷനാണ്. തർക്കപരിഹാരത്തിനുള്ള മറ്റൊരു രീതിയാണ് ഈ ആർബിട്രേഷൻ എന്ന് പറയുന്നത്. അതിൽ UNO നിയമിക്കുന്ന ഒരു സ്വതന്ത്ര ബോഡി, പ്രശ്നത്തിൽ ഇടപെടുന്നതിന് ഒരു സ്വതന്ത്ര ബോഡിയെ UNO നിയമിക്കുന്നു. ആ ബോഡി ഇരുപക്ഷത്തിൻ്റെയും വാദങ്ങൾ കേൾക്കുന്നു. അതിൽ നിയമപരമായ ബാധ്യസ്ഥമായ തീരുമാനങ്ങൾ ആ ബോഡി പുറപ്പെടുവിക്കുന്നു. ആ ഒരു പ്രശ്നത്തിനായിട്ടൊരു വിഭാഗത്തെ, പ്രശ്നപരിഹാരത്തിനായിട്ടൊരു കമ്മീഷനെ വെക്കുന്നു. ആ ബോഡി എന്ത് ചെയ്യുന്നു, 2 വിഭാഗത്തിൻ്റെ തർക്കങ്ങൾ കേൾക്കുന്നു. അതിലൊരു വിധി പറയുന്നു. ആ വിധി അനുസരിക്കാൻ, ഈ കമ്മീഷൻ്റെ വിധി അനുസരിക്കാൻ UNO വെച്ച ഒരു ബോഡി, ആ കമ്മീഷൻ്റെ വിധി അനുസരിക്കാൻ 2 വിഭാഗവും തയ്യാറാവണം. അങ്ങനെ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നു. അതാണ് ആർബിട്രേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ UNO ഒരു ബോഡി മുന്നോട്ട് വെച്ചിട്ട്, ബോഡി എന്ന് പറഞ്ഞാൽ ഒരു കമ്മീഷൻ, ഒരു ട്രിബ്യൂണൽ എന്തെങ്കിലും വെച്ചിട്ട് ആ കമ്മീഷൻ ഒരു വിധി പറയുന്നു. ആ വിധിയെ ഇരുവിഭാഗവും കേൾക്കാൻ തയ്യാറായിരിക്കണം, അനുസരിക്കാൻ തയ്യാറായിരിക്കണം. അങ്ങനെ ആ പ്രശ്നത്തെ പരിഹരിക്കുന്നതാണ് ആർബിട്രേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു പ്രശ്നപരിഹാര സംവിധാനം എന്ന് പറയുന്നത്, മെത്തേഡ് എന്ന് പറയുന്നത് ജുഡീഷ്യൽ സെറ്റിൽമെൻറ്റാണ്.
സങ്കീർണമായ നിയമപ്രശ്നങ്ങൾ ഉൾപ്പെടുന്ന തർക്കങ്ങൾ, അങ്ങനത്തെ തർക്കങ്ങളിൽ, നിയമപരമായ പ്രശ്നങ്ങളുള്ള തർക്കങ്ങളിൽ UN ആ പ്രശ്നത്തെ അന്താരാഷ്ട്ര കോടതിയിലേക്ക് നൽകുന്നു. അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഹേഗിൽ സ്ഥിതി ചെയ്യുന്ന UN അന്താരാഷ്ട്ര നീതിന്യായ കോടതി തർക്കങ്ങളിൽ നിഷ്പക്ഷവും നിയമപരമായ വിധികൾ പുറപ്പെടുവിക്കുന്നു. അങ്ങനെ ആ കോടതി മുമ്പാകെ ഈ തർക്കങ്ങളുടെ വിചാരണ നടന്നുകൊണ്ട് അതിൽ നിയമപരമായ ഒരു വിധി പ്രഖ്യാപിക്കുന്നതാണ് ജുഡീഷ്യൽ സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെയും ഒരു പരിഹാരത്തിനുള്ള ഒരു മെത്തേഡ് UN ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിനുള്ള വലിയ ശ്രമം UN ഭാഗത്തു നിന്നുണ്ട്. അതിന് പല രീതിയിലുള്ള മെത്തേഡുകളും UN ഉപയോഗിക്കുന്നുണ്ട്. അതിലൂടെ ലോകത്ത് സമാധാനവും അതേപോലെ സംഘർഷങ്ങളില്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പസഫിക് സെറ്റിൽമെൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്.